സഭാ തർക്കം അതിന്റെ നിർണായക സമയങ്ങളിലേക്ക് നീങ്ങുമ്പോൾ സഭയിൽ ഇപ്പോൾ നടക്കുന്നത് തർക്കമല്ല, മറിച്ച് ശുദ്ധീകരണമാണെന്ന് സഭാ മീഡിയ കമ്മീഷൻ സെക്രട്ടറി അച്ഛൻ തന്നെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് വസ്തുതയാണെന്ന് അടുത്ത കാലത്ത് നടക്കുന്ന സംഭവങ്ങൾ കൃത്യമായി തെളിയിക്കുന്നു. 56 മെത്രാന്മാരിൽ വെറും 4 വോട്ട് കിട്ടിയയാൾ എങ്ങനെ തലവനായി? അതിന് കാരണം 38 വോട്ടും 14 വോട്ടും കിട്ടിയവർ പിന്മാറി. അവർക്ക് അന്തർനാടകങ്ങൾ കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് പിന്മാറിയതെന്ന് അവരോട് അടുത്ത ആളുകൾ തന്നെ പറയുന്നുണ്ട്. അതിനെ ശരിവെക്കുന്ന കാര്യങ്ങളാണ് തുടർന്ന് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. സഭാതലവൻ വത്തിക്കാനിൽ ഒരു റേഡിയോ അഭിമുഖത്തിൽ പറഞ്ഞ വിഡ്ഢിത്തം മുതൽ തുടങ്ങുന്നു അനന്തരഫലങ്ങൾ. തുടർന്ന് സർക്കുലർ വാദം തുടങ്ങി സമവായം എന്ന കബളിപ്പിക്കൽ വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. ഇവിടെയും സഭാവൈദികരും വിശ്വാസികളും വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നു എന്നതല്ലേ സത്യം. വൈദികരെ പൂട്ടിയിടുന്നു, വിശ്വാസികളെ ആക്രമിക്കുന്നു. ഇത്തരം വിഷയങ്ങൾക്ക് കാരണക്കാരായ വിയോജനക്കുറിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച് 5 മെത്രാന്മാർ, ഒരു ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ എറണാകുളം തൃശൂർ അതിരൂപതയിലെ വിരമിച്ച മെത്രാന്മാരുടെ നേതൃത്വത്തിലാണ് വിമത നീക്കങ്ങൾ തുടരുന്നത്. അതിലെ ഒരു ആർച്ച് ബിഷപ്പ് നോമിനികളായ കൂരിയ വൈദികർ ഉൾപ്പെടെയുള്ളവർ നിരവധി ഗുരുതര ആരോപണങ്ങൾക്ക് വിധേയരായവരാണ്. സർക്കുലർ ഉൾപ്പെടെ സഭാ ആസ്ഥാനത്തെ രഹസ്യരേഖകളടക്കം ചോർത്തുക, സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതികളായവരുമായുള്ള ഇത്തരക്കാരുടെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ കത്തോലിക്ക സഭ അന്വേഷണം നടത്തുക. അത് പറയാനുള്ള ധൈര്യം മെത്രാൻ സമിതിയിൽ പലർക്കും ഉണ്ടോ എന്ന് സംശയമാണ്. മാത്രമല്ല 2-3 ടേം കഴിഞ്ഞിട്ടും സഭാ ആസ്ഥാനത്ത് കാര്യങ്ങൾ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് ഒരു മെത്രാൻ മോഹിയുടെ നേതൃത്വത്തിലാണ് എന്നത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം സഭാ അനുകൂലമായ അൽമായ നേതാവിന്റെ കഴുത്തിന് പിടിക്കാൻ മാത്രം ധൈര്യം അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിച്ചു? ഇത്രയേറെ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നയാളെ മെത്രാനായി മാത്രമേ അവിടെ നിന്നും മാറ്റൂ എന്നാണ് അറിയുന്നത്. അടുത്ത സിനഡ് അല്ലെങ്കിൽ ജനുവരിയിൽ പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ളവർ ഒരു മെത്രാനായാലുള്ള സ്ഥിതി ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. ഇവരും വിമതരും ഉൾപ്പെടുന്ന ഒരു കൂറുമുന്നണിയാണ് സഭയിൽ ഈ നിലയിൽ കൊണ്ടുപോകുന്നത്. ചില വിദേശ ഫണ്ട് ഉൾപ്പെടെ എറണാകുളം അതിരൂപതയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ ചില മെത്രാന്മാരുമായി നടക്കുന്നതായും ആരോപണമുണ്ട്. അതിന്റെ പേരിലാണ് പല മെത്രാന്മാരും മൗനം പാലിച്ച് വിമത പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം കത്തോലിക്ക സഭ സ്വതന്ത്ര അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണം. ചുരുക്കത്തിൽ ഒരു കുർബാന പ്രശ്നം മാത്രമല്ല, മറിച്ച് അധികാരമോഹവും കോടികളുടെ സാമ്പത്തിക ഇടപാടുകളുമാണ് യഥാർത്ഥ പ്രശ്നം. ആത്മീയത വെറും മുഖംമൂടിയാക്കി വിശ്വാസികളെ വഞ്ചിച്ച് ലൗകിക സുഖങ്ങൾക്ക് പുറകെ പോകുന്നവർ മൂലം കേരള കത്തോലിക്ക സഭ എല്ലാ അർത്ഥത്തിലും ഒരു കോർപ്പറേറ്റ് സഭയായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നത് പറയാതിരിക്കാനാവില്ല. സഭാവിശ്വാസികൾക്ക് സാമാന്യ നീതി പോലും അന്യമായിക്കൊണ്ടിരിക്കുന്നു.